നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നിങ്ങളൊക്കെ ടെലഗ്രാം അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുകളാണ്. കഴിഞ്ഞ ദിവസം മുതൽ ഇന്ത്യയിൽ ടെലഗ്രാം ബാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാൻ സാധിക്കും. അറിയാത്ത ആളുകളുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ ടെലഗ്രാം എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ കാണാം. ടെലഗ്രാം ആപ്പ് ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമല്ല. ടെലഗ്രാം ആപ്പ് നേരത്തെ ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ടെലഗ്രാമിൻ്റെ ഏറ്റവും മുകളിൽ കണക്റ്റിംഗ് എന്ന് എഴുതിയത് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. പുതിയ അപ്ഡേറ്റുകളൊന്നും നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കില്ല. അതായത് പുതിയ മെസ്സേജുകളോ പുതിയ ചാറ്റുകളൊന്നും വരില്ല. ഇവിടെ മുകളിലായിട്ട് കണക്റ്റിംഗ് എന്ന് കാണിക്കും. ഇത് കണക്റ്റ് ആകാൻ സാധിക്കില്ല. അതായത് ടെലഗ്രാം ആപ്പ് ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രധാനമായിട്ടും അത് നീറ്റ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇത് ബാൻ ചെയ്തിരിക്കുന്നതെന്നും അങ്ങനെയാണെങ്കിൽ ജൂൺ 22 നീറ്റ് എക്സാം അവസാനിക്കുകയും ഈ ടെലഗ്രാം നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യുമെന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. അത് കിട്ടിയാൽ മാത്രമേ കിട്ടിയെന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. എന്നാൽ ടെലഗ്രാം അക്കൗണ്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ടെലഗ്രാം അക്കൗണ്ട് ഇപ്പോൾ ബാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഗൂഗിൾ ക്രോം ഇതുപോലെ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ MT Pro എന്നിതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. MT Pro XYZ എന്നുള്ള ഈ ഒരു ഭാഗം, അതായത് നമ്മളിപ്പോൾ പ്രോക്സി MT Pro XYZ എന്നുള്ള പേരിൽ നിന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഈ അഡ്രസ്സിൻ്റെ പേരിൽ നിന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടെലഗ്രാം പ്രോക്സി കിട്ടും. ഇതുപോലെ ടെലഗ്രാം പ്രോക്സി എന്നുള്ള ഒരു വെബ്സൈറ്റ് നമുക്ക് കിട്ടും. അത് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ കാണും. ഇവിടെ രണ്ടാമത് കാണുന്ന പബ്ലിക് പ്രോക്സി ലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. പബ്ലിക് പ്രോക്സി ലിസ്റ്റ് എന്നുള്ള ഈ ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നേരെ താഴെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ രാജ്യത്തിൻ്റെയും പ്രത്യേകം ടെലഗ്രാം അക്കൗണ്ട് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ജസ്റ്റ് ഇതിനകത്ത് ഇതുപോലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ചെക്കിംഗ് സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാം അൺഅവൈലബിൾ എന്ന്. അങ്ങനെ നിങ്ങൾ ഓരോന്നും നിങ്ങൾ ഇതിനകത്തുള്ള ഈ കാണുന്ന പ്രോക്സി സെൻസറുകൾ ഓരോന്നും ഇതുപോലെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുക. അത് നമ്മൾ ഈ സ്റ്റാറ്റസ് എന്ന് കാണുന്ന ഭാഗത്ത്, ചെക്കിംഗ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാം ഈ ഒരു പ്രോക്സി ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത് അവൈലബിൾ ആണെന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം താഴെ കണക്റ്റ് പ്രോക്സി എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ കാണാൻ നേരത്തെ കണക്റ്റിംഗ് എഴുതി കാണിക്കുന്നത് ഇപ്പോൾ നേരത്തെ ടെലഗ്രാം അക്കൗണ്ട് ഓപ്പൺ ആയിട്ടുണ്ട്. അത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ടെലഗ്രാം അക്കൗണ്ട് ബാൻ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഓൾറെഡി ടെലഗ്രാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതായത് ഇപ്പോൾ നിലവിൽ ടെലഗ്രാം അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കാം. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഇതുപോലെ വീണ്ടും ഡിസ്കണക്ട് ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഏതെങ്കിലും ഒരു പ്രോക്സി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ആക്ടിവിറ്റി ആണോ അല്ലെങ്കിൽ അത് അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ടെലഗ്രാം അക്കൗണ്ട് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കും. ഇത് ബാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ നീറ്റ് പരീക്ഷയോട് കൂടിയാണ് ഇത് ബാൻ ചെയ്തതെന്നും അങ്ങനെയാണെങ്കിൽ ജൂൺ 22 ഈ ടെലഗ്രാം അക്കൗണ്ട് വീണ്ടും കണക്റ്റായി ലഭിക്കുമെന്നാണ് അറിയുന്നത്. ഇനി അറിയില്ലെങ്കിൽ ടെലഗ്രാം സ്ഥിരമായി ഉപയോഗിക്കുന്ന ആൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. പുതിയതായി ഡൗൺലോഡ് ചെയ്യുന്ന ആളുകൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കില്ല. ഗൂഗിളിലൂടെ നിങ്ങൾക്ക് ടെലഗ്രാമിൻ്റെ APK ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. എന്നിട്ടിത് കണക്റ്റ് ആയില്ലെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്താൽ മതി. നിങ്ങൾക്ക് ടെലഗ്രാം അക്കൗണ്ട് ഉപയോഗിക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.